അമ്മേ, അദ്ദേഹം തിരിച്ചു വരും അമ്മേ. അമ്മ വന്നേ, വാ. സഞ്ജുവിന് എന്തെങ്കിലും സംഭവിച്ചാ മോള് മാഡത്തിനെ വെറുതെ വിടില്ല. മംഗലശ്ശേരിക്കാരല്ല, സഞ്ജനയായിരിക്കും പിന്നെ മാഡത്തിന് നേരെ വരുന്നത്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം ഇതാണ്. ഇക്കാര്യത്തിൽ എനിക്കൊരു പങ്കുമില്ല. കടബാധ്യതയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവൻ മാറി നിൽക്കുക. എന്റെ മോളെ ചതിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല മല്ലികെ. അവൻ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. മാഡം പറയുന്നത് സത്യമാണെങ്കിൽ സഞ്ജുവിനെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. മോൾക്കപ്പ സന്തോഷാവും. നമ്മൾ അവനെ കണ്ടുപിടിക്കും മല്ലികെ. അതിന് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യും. ഞാൻ ആ സിയെ വിളിച്ചൊന്ന് അന്വേഷിക്കട്ടെ. ഈശ്വരാധീനം ഇപ്പൊ കുറവായിരിക്കുന്നു. വ്യാഴം അഷ്ടമത്തിലാണ്. അഷ്ടാഷ്ടമം മരണദുഃഖം വിവാദദോഷാൽ. ഈ വീട്ടിലുള്ളവർ ജീവിതത്തിൽ അനുഭവിക്കേണ്ട ഏറ്റവും വലിയ ക്ലേശത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഗ്രഹനാഥന് ദുർമരണം സംഭവിച്ചിരിക്കുന്നു. സഞ്ജുവിന്റെ ജാതകത്തിൽ ഇപ്പോ കാണുന്ന രാശി ഏഴരാണ്ട് ശനിദോഷം കാണുന്നു. ധനനാശം, ആത്മദുരിതം, പ്രവൃത്തിമാന്ദ്യം തുടങ്ങിയവ സംഭവിക്കാം. ഇനിയും ദുർമരണം സംഭവിക്കാം. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്തുപോയ പാപം തിരിച്ചടിയായി അതിന്റെ മൂർധന്യത്തിലെത്തിയിരിക്കുന്നു. എട്ടാം ഭാവാധിപൻ 12ാം ഭാവത്ത് വന്നിരിക്കുകയാണ്. എന്റെ മകന് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ തിരുമേനി? അതൊന്നും പറയണം. ആളിവിടെ ഇല്ലേ? അവനെ കാണാനില്ല. പലരും പലതും പറയുന്നുണ്ട്. അയാളിപ്പോൾ സ്ഥിതി ചെയ്യുന്നത് സുരക്ഷിതമായ ഒരു വലയത്തിലാണ്. പ്രാണഹാനി നടക്കേണ്ട സമയത്ത് അയാളെ കാത്തുസൂക്ഷിക്കുന്ന ദേവീഭാവം രക്ഷയ്ക്കെത്തി. തെല്ലും ഭയപ്പെടണ്ട, ഒരാപത്തും ജാതകക്കാരന് സംഭവിച്ചിട്ടില്ല. പിന്നെന്താ അവൻ തിരിച്ചു വരാത്ത? ഈ വീടിനെ ബാധിച്ച അന്ധകാരത്തിന്റെ വലയം ഇങ്ങോട്ട് ആകർഷിക്കുന്നില്ല. മനസ്സിൽ നിന്നും വീടിനെയും ബന്ധുജനങ്ങളെയും മറച്ചുകൊണ്ടിരിക്കുന്നു.
പരിഹാരക്രിയ ഉണ്ടോ തിരുമേനി? തിരുമേനി അതും കൂടെ പറഞ്ഞെങ്കിൽ ഒരു സമാധാനമായേനെ. ഗ്രഹനാഥനായ സൂര്യനെ പോലെയാണ് ഈ ഗ്രഹത്തിൽ ജാതകക്കാരന്റെ സ്ഥാനം. അയാളെ രക്ഷിക്കുന്നത് കുടുംബദേവതയല്ല, സാക്ഷാൽ പെരുവണ്ണാപുരത്തമ്മയാണ്. കുറച്ചധികം അകലെയാണ് ആ ക്ഷേത്രം. ഈശ്വര, ജാതകക്കാരന് ദേവീകടാക്ഷം കരുത്തായി ഉണ്ടായത് അവിടെ നിന്നാണ്. ഈ കുടുംബത്തെ നിലനിർത്തി പോരുന്നതും പെരുവണ്ണാപുരത്തമ്മയാണ്. ദേവി, ഭഗവാൻ പരമശിവനും ശനി ബാധിച്ചിട്ടുണ്ട്. ഈ സമയം പൂജകൾ നടത്തി പെരുവണ്ണാപുരത്തമ്മയെ സംതൃപ്തയാക്കണം. അങ്ങനെ ചെയ്യാം. ലക്ഷ്മി കടാക്ഷമുള്ള ഒരു പെൺകുട്ടി നിങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേർന്നിട്ടുണ്ട്. അവൾ വേണം പൂജകൾ ചെയ്യാൻ. അമ്മു തന്നെ ചെയ്യും. കമ്പനിയുടെ കാര്യങ്ങളും വലിയ പ്രശ്നത്തിലാ. അതും വരുമല്ലോ. കമ്പനിയിൽ പോയി ലക്ഷ്മി പൂജ ചെയ്യണം. വന്നു കയറിയ ആ പെൺകുട്ടി വേണം പൂജാകർമ്മങ്ങൾ ചെയ്യാൻ. എല്ലാം മംഗളമായി ഭവിക്കും. ലക്ഷ്മി പൂജയ്ക്ക് ശേഷം മതി പെരുവണ്ണാപുരത്തേക്ക് പോകാൻ. അവിടെ ചെയ്യേണ്ട പൂജകളുടെ ചാർട്ട് ഞാൻ തരാം. ഇനി നിങ്ങൾ ഭയപ്പെടാൻ ഒന്നുമില്ല. ആദ്യ വിജയം എന്നും തിന്മയുടേതാണ്. അതിവിടെയും സംഭവിച്ചു. ഈ കുടുംബത്തിന്റെ ഐശ്വര്യവും സമാധാനവും തകർത്തത് ഒരു ദുഷ്ടശക്തി ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്. മനസ്സ് മലിനമായി പൂജ ചെയ്താൽ ഒരു ദൈവവും പ്രസാദിക്കില്ല. അത് ദൈവത്തെയല്ല, തിന്മയെയാണ് പരിപോഷിപ്പിക്കുക. തടസ്സങ്ങൾ മാറാനായി അംബികാമന്ത്രം എല്ലാവരും ഹൃദയസ്ഥമാക്കി വെക്കണം. അംബികാനാഭി നിധന അശ്വാരൂഢ അപരാജിത. कल्पवृक्षाय नमतां कामधेनवे।
പൂജയിൽ വിഘ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ദേവി സംതൃപ്തയാണ്. ദേവി മഹാമായേ, ഈ വിളക്കുമായിട്ട് വേണം ഓഫീസ് റൂമിലേക്ക് പ്രവേശിക്കാൻ. അവിടെ ലക്ഷ്മി വിഗ്രഹത്തിന് മുന്നിലെ നിലവിളക്കിൽ തിരി തെളിയിച്ച് ലക്ഷ്മി പൂജ കുട്ടി തന്നെ വേണം ചെയ്യാൻ. അമ്മേ ദേവി, സർവ്വ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യണേ. വാങ്ങിച്ചോളൂ. ഇനി പൊയ്ക്കൊള്ളൂ. മേഡം, ഒരു വിസിറ്റർ ഉണ്ട് മേഡം. വിസിറ്ററോ? അതെ മേഡം, ഒരു കമ്പനിയുടെ റെപ്രസെന്റേറ്റീവാ. സഞ്ജു സാറിനെ കാണാനാണ് വന്നത്. പൂജയ്ക്ക് ബലം കണ്ടു മോളെ. നിങ്ങൾ പോയി കാണും. ശരി മുത്തശ്ശ. അമ്മ വാ. സഞ്ജു സാറ് ടൂറിലാണ്. ഇത് സാറിന്റെ വൈഫ് സ്വാതി മേഡം. നമസ്കാരം മേഡം. നമസ്കാരം. ഇരിക്കൂ. താങ്ക് യു. ഞാൻ വോൾസ് ഡിസൈൻസ് കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് അരുൺകുമാർ. പറയൂ, എന്താ വേണ്ടത്? ഞങ്ങൾ ചില പ്രോജക്റ്റുകൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആരെ ഏൽപ്പിക്കണം എന്ന അന്വേഷണം വന്നപ്പോഴാണ് നിങ്ങളെ കമ്പനിയെപ്പറ്റി കേട്ടത്. സഞ്ജയ് പണിക്കർ സാറിനെ നേരിട്ട് കാണാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യാനുമാണ് കമ്പനി എന്നെ അയച്ചത്.
സഞ്ജു സ്ഥലത്തില്ലാതെ എങ്ങനെ എഗ്രിമെന്റ് സൈൻ ചെയ്യാനാ? ഇതൊരു ഫോർമാലിറ്റി മാത്രമാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്രോജക്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് മാത്രമേ എഗ്രിമെന്റിലുള്ളൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് സൈൻ ചെയ്യാൻ സഞ്ജയ് സാർ സ്ഥലത്തെത്തിയിട്ട് മതി. ഇനി ഇതിൽ നിന്ന് പിന്മാറിയാലും നോ പ്രോബ്ലം. ഞാൻ നിങ്ങളെ വന്ന് സന്ദർശിച്ചതും നിങ്ങൾ താല്പര്യം കാണിച്ചതും മാത്രമേ എഗ്രിമെന്റിലുണ്ടാവൂ. എനിക്ക് എൻ്റെ ജോലിയുടെ ഭാഗമായി എൻ്റെ കമ്പനിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ചേച്ചി അതിൽ സൈൻ ചെയ്ത് കൊടുക്ക്. അത് വേണോ അമ്മു? വേണം. നിങ്ങൾ എഗ്രിമെന്റ് തരൂ, ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. ശരി മാഡം. ആ ഷൈൻ, ഇദ്ദേഹത്തിന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാൻ പറയും. ശരി മാഡം. ദാ. കമ്പനിയിൽ സമരം നടക്കുകയാണല്ലേ? ചിലരൊക്കെ എന്നെ തടഞ്ഞു. ഈ അടുത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ മുത്തശ്ശി മരണപ്പെട്ടു. അതൊരു കൊലപാതകമായിരുന്നു. അതിന്റെ ഷോക്ക് വളരെ വലുതായിരുന്നു. അത് കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിച്ചു. അവസരം മുതലെടുത്ത് ചിലർ കമ്പനി പൂട്ടിക്കാൻ നോക്കുന്നതാ. ഞങ്ങൾ അത് മറികടക്കും. സഞ്ജയ് പണിക്കരിൽ വിശ്വാസം ഉണ്ടായിട്ടല്ലേ ഞാൻ വന്നത്. ഈ പ്രോജക്റ്റ് നിങ്ങൾ ഏറ്റെടുത്താൽ എല്ലാത്തിനും പരിഹാരമാകും. താങ്ക് യു. നിങ്ങൾ അല്പനേരം വെയിറ്റ് ചെയ്യൂ. ശരി മാഡം. അമ്മു വാ. ഇത് ദേവിയെ കൊണ്ടുവന്നതാ മോളെ. ചേച്ചി ഇതിൽ സൈൻ ചെയ്താൽ മതി. ചേച്ചി അയാളെ വിളിക്കേ. ഞാൻ കൂട്ടി കൊണ്ടുവരാം മാഡം. ₹300 പ്രോജക്റ്റാ ഒന്നാം ഘട്ടം. അവർക്ക് തൃപ്തികരമെങ്കിൽ തുടർന്ന് നമുക്ക് ചെയ്യാം. എല്ലാ വഴികളും തെളിഞ്ഞു. എന്റെ മോനൊന്ന് വന്നാൽ മതിയായിരുന്നു. ആ ചേച്ചി കസരയിലിരിക്കേ. ആ ഇരിക്കും മോളെ. ചേച്ചി ഇങ്ങോട്ട് വന്നേ. അവിടെ ഇരിക്ക് ഇരിക്കേ. മോളെ. ഇരിക്ക്. ഇരിക്കൂ. ശരി, താങ്ക്സ്. ഇതാ ഞങ്ങളുടെ മുത്തശ്ശൻ. നമസ്കാരം. നമസ്കാരം. ഗംഗാധര പണിക്കർ സാറല്ലേ? ഞാൻ സെർച്ച് ചെയ്തിരുന്നു. ഇത് ഹസ്ബൻഡിന്റെ അമ്മയാ. ഇവരെല്ലാം ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സാ. ഓക്കെ. ഞാൻ എഗ്രിമെന്റ് വായിച്ചു. ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇപ്പോഴത്തെ കമ്പനിയുടെ അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ ഇഷ്യൂസും എനിക്കറിയാം സാർ. നിങ്ങൾക്കിത് ഈസിയായി തരണം ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ത് സപ്പോർട്ടും ഞങ്ങളുടെ കമ്പനിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. എന്നാ മോൾ ഐശ്വര്യമായി ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് സൈൻ ചെയ്യും. ഇതാ മോളെ. സൈൻ ചെയ്യും ആ മോളെ. ചെയ്തോ മോളെ. ഭഗവാനെ. ചെയ്യാം.
വരണം സാർ, ഇരിക്കണം. സഞ്ജയ് പണിക്കർ എത്തിയിട്ടുണ്ടോ? സഞ്ജു ഇവിടെ ഇല്ല. നേതാവിനോട് വരാൻ പറഞ്ഞത് സഞ്ജുവിന്റെ വൈഫ് സ്വാതിയാണ്. ഓ, സാർ ഇവിടെ ഇരിക്കാം.